നമസ്കാരം. ഭൂമിയിലെ നരകം കണ്ടിട്ടുണ്ടോ? തുർക്ക്മെനിസ്ഥാനിലെ കാരക്കും മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പതിറ്റാണ്ടുകളായി നിർത്താതെ കത്തുന്ന ഒരു ഭീമൻ ഗർത്തമാണ് ദർവാസ ഗ്യാസ് ക്രേറ്റർ. ഇതിനെയാണ് ലോകം നരകത്തിലേക്കുള്ള കവാടം എന്ന് വിളിക്കുന്നത്. 1971 സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രജ്ഞർ ഈ പ്രദേശത്ത് പ്രകൃതിവാതകമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഡ്രില്ലിംഗ് നടത്തി. എന്നാൽ ഖനനത്തിനിടെ ഭൂമി ഇടിഞ്ഞു താഴുകയും ഏകദേശം 70 മീറ്റർ വീതിയുള്ള ഒരു വലിയ കുഴി രൂപപ്പെടുകയും ചെയ്തു. കുഴി രൂപപ്പെട്ടതോടെ അതിൽ നിന്ന് വിഷവാതകങ്ങൾ, പ്രധാനമായും മീഥെയ്ൻ, പുറത്തുവരാൻ തുടങ്ങി. ഇത് പ്രദേശവാസികൾക്കും പരിസ്ഥിതിക്കും ഭീഷണിയാകുമെന്ന് കരുതിയ ശാസ്ത്രജ്ഞർ വാതകം കത്തിച്ചു തീർക്കാൻ തീരുമാനിച്ചു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തീ അണയുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ 50 വർഷങ്ങൾക്കിപ്പുറവും ആ തീ ഇപ്പോഴും കത്തുന്നു. തുർക്ക്മെനിസ്ഥാനിലെ ദർവാസ ഗ്രാമത്തിന് സമീപം ഏകദേശം 230 അടി വ്യാസവും 65 അടി താഴ്ചയുമുണ്ട് ഈ ഗർത്തത്തിന്. പരിസ്ഥിതി ആഘാതം കണക്കിലെടുത്ത് ഈ തീ അണയ്ക്കാനുള്ള വഴികൾ തുർക്ക്മെനിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. 2022 തുടക്കത്തിൽ തുർക്ക്മെനിസ്ഥാൻ പ്രസിഡന്റ് ഈ ഗർത്തം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. പ്രധാനമായും 2 കാരണങ്ങളാലാണ് ഈ തീരുമാനമെടുത്തത്. ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന വിലയേറിയ പ്രകൃതിവാതകമാണ് ഇത്തരത്തിൽ കത്തിനശിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗപ്പെടുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്നും പുറത്തുവരുന്ന പുക പ്രദേശവാസികളുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. 2013 പ്രശസ്ത കനേഡിയൻ പര്യവേഷകനായ ജോർജ് കുറൂണസ് ആദ്യമായി ഈ ഗർത്തത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങുകയുണ്ടായി. ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ആ ഗർത്തത്തിനുള്ളിലും അതിജീവിക്കാൻ കഴിയുന്ന ചിലതരം ബാക്ടീരിയകളെ അദ്ദേഹം കണ്ടെത്തി. 2020 തുർക്ക്മെനിസ്ഥാൻ സർക്കാർ ഈ ഗർത്തത്തിന് ഷൈനിംഗ് ഓഫ് കരഗും എന്ന് ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്തു. നരകത്തിലേക്കുള്ള കവാടം എന്ന പേര് രാജ്യത്തിന് ഒരു മോശം പ്രതിച്ഛായ നൽകുന്നു എന്നതുകൊണ്ടാണ് പോസിറ്റീവായ ഈ പേര് തിരഞ്ഞെടുത്തത്. 2024 മുതൽ 2025 വരെ കാലഘട്ടത്തിലും ശാസ്ത്രജ്ഞർ ഈ തീ അണയ്ക്കാനുള്ള വിവിധ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗർത്തത്തിന് സമീപം പുതിയ കിണറുകൾ കുഴിച്ച് വാതകത്തിന്റെ മർദ്ദം കുറച്ച് തീ അണയ്ക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്. 1971 ഇത് കത്താൻ തുടങ്ങിയതെന്നത് പൊതുവായ അറിവാണെങ്കിലും ചില പ്രാദേശിക വിദഗ്ധർ പറയുന്നത് ഇത് 1960കളിൽ തന്നെ രൂപപ്പെട്ടിരുന്നു എന്നാണ്. ഇത് സംബന്ധിച്ച കൃത്യമായ സോവിയറ്റ് രേഖകൾ ഇന്നും രഹസ്യമായി തുടരുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ നമസ്കാരം.